റഷ്യയുടെ പക്കൽ നിരവധി ക്രൂയിസ് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസുമുണ്ട്. പക്ഷേ 2035 ആകുമ്പോഴേക്കും ചൈനയും റഷ്യയും വ്യക്തിഗതമായി 5000-ലധികം മിസൈലുകൾ അവരുടെ സേനയിൽ ചേർത്തിട്ടുണ്ടാകും, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഒഴികെ. ക്രൂയിസ് മിസൈൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഈയൊരു കാറ്റഗറിയിലുള്ള വെപ്പൺ സിസ്റ്റം മാത്രം 5000-ലധികം സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്ന് അമേരിക്ക അടുത്തിടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതിപ്പോൾ വളരെ വൈറലാകാൻ തുടങ്ങി. അപ്പോൾ ചൈനയുടെ പക്കലും റഷ്യയുടെ പക്കലും നിലവിൽ എത്രത്തോളം മിസൈൽസ് ഉണ്ട്? 2035 ആകുമ്പോഴേക്കും ഈ രണ്ട് രാജ്യങ്ങൾ എത്രത്തോളം അവരുടെ മിസൈൽ പവർ ഇംപ്രൂവ് ചെയ്യും? ഇവയെക്കുറിച്ചൊക്കെ നമുക്കറിയണം. ഇപ്പോഴുള്ള ഈ ഒരു എണ്ണത്തേക്കാൾ അമേരിക്ക പറയുന്ന ഈ ഒരു കണക്കെന്നത് ഏകദേശം 200 മടങ്ങ് കൂടുതലാണ്. ഇത് സാധ്യമാണോ? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കയുടെ DIA, ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി, അടുത്തിടെ ഗോൾഡൻ ഡോമിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടു. അപ്പോൾ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് പുറത്തുവിട്ടിരുന്നു. പ്രധാനമായും അമേരിക്കയ്ക്ക് ആരെല്ലാമാണ് ഭീഷണി, ഏതൊക്കെ രാജ്യങ്ങളുടെ മിസൈൽ ഗ്രോത്താണ് അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നത്, ഈ ഒരു പ്രോജക്റ്റ് സൃഷ്ടിക്കാനുള്ള കാരണം എന്താണ്, ഇതിനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. മെയ് മാസം 24 മുതൽ 28 ഈ 5 ദിവസത്തെ ഗ്യാപ്പിൽ റഷ്യ അവരുടെ മിസൈൽ ശക്തി വർദ്ധിപ്പിച്ചതിന് ശേഷം ഈ ഒരു റിപ്പോർട്ട് വളരെ വലിയൊരു വൈറൽ ടോപ്പിക്കായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് ഇത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറി? അത് നമ്മൾ അറിയണം. അമേരിക്കയുടെ DIAയുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഇന്ന് വരെയും റഷ്യയുടെ പക്കൽ 600 മുതൽ 700 മിസൈൽസോളം ഏകദേശം ഉണ്ടാകാം എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. പ്രതിവർഷം റഷ്യ നിർമ്മിക്കുന്ന ക്രൂയിസ് മിസൈൽസ്, അതായത് ടൈയപ്പോടുകൂടി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന മിസൈലുകൾ അല്ലാതെ ഇവരുടെ സൈന്യത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഇവർ സൃഷ്ടിക്കുന്ന എണ്ണം എന്നത് 280 മുതൽ 340-നുള്ളിലാണ്. അപ്പോൾ പ്രതിവർഷം 350 മിസൈൽസോളം റഷ്യൻ സൈന്യത്തിന് വേണ്ടി റഷ്യ നിർമ്മിക്കുന്നുണ്ട്. ഇതുപോലെ ചൈനയുടെ കാര്യം എടുത്താൽ അവരുടെ പക്കൽ 250 മുതൽ 290 മിസൈൽസ് ഉണ്ട്. ഈ പുറത്തുവിട്ട വാർത്തകളെല്ലാം ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. അപ്പോൾ 300 മിസൈൽസ് ഉണ്ടെന്ന് നമുക്ക് വയ്ക്കാം. ഇനി 300-ൽ പ്രതിവർഷത്തെ ഉൽപ്പാദനം എത്രയാണെന്ന് നോക്കിയാൽ 220-ലും അധികമാണ്. എന്നാൽ ഈ രണ്ട് കണക്കും നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. അവരുടെ ഉൽപ്പാദനം എന്നത് അവരുടെ പക്കലുള്ള സ്റ്റോക്ക് പൈൽസിനെ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിവർഷം അവരിങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റോക്ക് പൈൽസ് വർദ്ധിക്കുമല്ലോ. പക്ഷെ അതവിടെ സംഭവിക്കുന്നില്ല. ആ സ്റ്റോക്ക് പൈൽസ് എല്ലാം സ്ഥിരതയോടുകൂടി കാണപ്പെടുന്നു. അപ്പോൾ ഇവയൊന്നും ഇൻക്രീസ് ആകാനുള്ള സാധ്യത ഇല്ല എന്ന് ചോദിച്ചാൽ അതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. 300 മിസൈൽസ് ഇവർ സ്റ്റോക്ക് പൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും അവരുടെ സൈന്യത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം വന്നപ്പോൾ പെട്ടെന്ന് ചൈന സഹായിച്ചല്ലോ. അതുപോലെ മറ്റ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ സ്റ്റോക്ക് പൈൽസിലുള്ള മിസൈൽസ് നൽകാൻ വേണ്ടി അവർ മടിക്കില്ല. അവരുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഇത് ഏതൊരു രീതിയിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്നേഴ്സിനെ അവരുടെ ശത്രുക്കൾക്കെതിരെ തിരിപ്പിക്കും. ഈ പാർട്ട്നേഴ്സിന് സഹായം ചെയ്യും. അതിനുവേണ്ടി ഈ പാർട്ട്നേഴ്സിന് സഹായം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന രാജ്യം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവരുടെ മിസൈൽ ഔട്ട്പുട്ട് റേഷ്യോ 2025 ശേഷം വർദ്ധിക്കും. ഇവർ പ്രതിവർഷം നിർമ്മിക്കുന്ന മിസൈലുകൾ 200 മിസൈലാണെങ്കിൽ അടുത്ത 2-3 വർഷത്തിൽ 300 മുതൽ 400 വരെ എത്തും. വീണ്ടും ചില വർഷത്തിൽ 600-ൽ നിന്നും 700 മിസൈൽസ് ആകുമെന്നും പറയുന്നു. അപ്പോൾ ഒരു 10 വർഷത്തെ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാൽ 2025 മുതൽ അടുത്ത ഒരു ഡീക്കേഡ് നോക്കിയാൽ 5000 മിസൈൽസ് എങ്കിലും ഈ രണ്ട് രാജ്യങ്ങളുടെ സൈന്യത്തിലും ഉണ്ടാകും, ഹൈപ്പർസോണിക് മിസൈൽസ് ഒഴികെ. ഇവരുടെ പക്കൽ ആക്റ്റീവായി ഇത്രയേറെ ആയുധങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം ധാരാളം ക്രൂയിസ് മിസൈൽസ് ഉണ്ട്, എയർ ലോഞ്ച്ഡ് വേരിയൻ്റ് ഉണ്ട്, ഷിപ്പ് ബേസ്ഡ് വേരിയൻ്റ് ഉണ്ട്. കൂടാതെ സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന വേരിയൻസും ഉണ്ട്, ഗ്രൗണ്ട് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും അയക്കുന്ന മിസൈൽസും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവയെല്ലാം അമേരിക്ക ഒരു ഭീഷണിയായി കരുതുന്നില്ല. പ്രധാനപ്പെട്ട 4 വേരിയൻ്റ് ഉണ്ട്. ഈ 4 വേരിയൻറ്റിലും കൺവെൻഷണൽ വാർഹെഡും എടുത്തുകൊണ്ടുപോയി ആക്രമിക്കാൻ കഴിയും. അതുപോലെ തന്നെ മിലിറ്ററി ബേസസിന് എതിരെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണ മിലിറ്ററിക്കെതിരെ ന്യൂക്ലിയർ ക്യാപ്പബിൾ പേലോഡ്സും എടുത്തുകൊണ്ടുപോകാൻ കഴിയും. ഈ ലിസ്റ്റിൽ ടോപ്പിലുള്ളത് KH സീരീസിലുള്ള KH-101, KH-102. ഈ 2 മിസൈലുകളും എയർ ലോഞ്ച്ഡ് വേരിയൻറ്റിലാണ് വരിക. ഇതൊരു സ്റ്റെൽത്ത് മിസൈലാണ്. ഇത് റഷ്യ എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിൽ എയർ ടു സർഫസ് വെപ്പൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ലൊരു ഫലപ്രദമായ ഉപയോഗം, അല്ലെങ്കിൽ ഉക്രൈന് എതിരെ ഇവർ ഇത് എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് ഞാൻ പറയാം. ഉക്രൈൻ്റെ തെർമൽ പവർ പ്ലാന്റ്, ആ തെർമൽ പവർ പ്ലാന്റിൻ്റെ കൃത്യം എൻജിൻ റൂമിൽ നേരിട്ട് ആ എൻജിൻ കമ്പാർട്ട്മെൻറ്റിന് മുകളിൽ ഇത് ചെന്ന് വീണ് പൊട്ടിത്തെറിക്കും.
ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനെ നിങ്ങൾ ആക്രമിക്കണമെന്ന് ചിന്തിച്ചാൽ ഒരു മിസൈലിന് കൃത്യത അധികമായിരിക്കണം. എന്നാൽ അതേസമയം ആ ബിൽഡിങ്ങിൽ അവിടെ ഒരു എൻജിൻ റൂമുണ്ട്. ആ എൻജിൻ റൂമിൻ്റെ മുകളിൽ ചെന്ന് ആ മിസൈൽ പൊട്ടിത്തെറിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ 100% ആ മിസൈലിന് സക്സസ് റേഷ്യോ ഉണ്ടായിരിക്കണം. കൂടാതെ അതിൻ്റെ കൃത്യത എന്നത് വിത്തിൻ ഇഞ്ചസിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രത്തോളം ഫലപ്രദമായ ഒരു സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യപ്പെട്ട ഈ ഒരു മിസൈൽ അമേരിക്കയുടെ കണ്ണുകളിൽ ഇപ്പോൾ വലിയൊരു കരട് തന്നെയാണ്. അടുത്തത് റഷ്യയുടെ 3M14 കാലിബർ ക്രൂയിസ് മിസൈൽസ്, 3M54 ക്ലബ് ക്രൂയിസ് മിസൈൽ. ഇതിൽ 2 വേരിയൻ്റ് ഉണ്ട്. സബ്മറൈൻ ലോഞ്ച്ഡ് വേരിയൻറ്റും ഉണ്ട്, അതുപോലെ ഷിപ്പ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന രീതിയിൽ 2 വേരിയൻ്റ് ഉണ്ട്. ഇതിൽ ചില മോഡൽസ് ന്യൂക്ലിയർ ക്യാപ്പബിൾ വാർഹെഡ് ഉള്ളതാണ്. അണുവായുധ ആക്രമണത്തിന് ഇതിന് ഉപയോഗിക്കാൻ കഴിയും. അടുത്തത് ബ്രഹ്മോസിൻ്റെ പ്രീവിയസ് വേരിയൻ്റായ P800 ഓണിക്സ് SSN-25 എന്ന് പറയും. P700 ഗ്രാനൈറ്റ്സ് SSN-16. ഈ 2 വേരിയൻറ്റും ബ്രഹ്മോസിൻ്റെ ഒരു പൂർവികർ എന്ന് പറയാം, ഒരു പഴയ പതിപ്പ്. ഈ ക്രൂയിസ് മിസൈൽസിനെ ഇവരുടെ റെഡ് ലിസ്റ്റിൽ തന്നെ അമേരിക്ക ചേർത്തിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ നാവികസേനയിലെ കപ്പലുകൾക്ക് കൂടുതൽ നാശം വരുത്തി കൊടുക്കാൻ കഴിവുള്ള ഒരു മിസൈൽ, അണുവായുധമല്ലാത്ത ഒരു ആയുധം, അതിൽ ടോപ്പ് ലിസ്റ്റിലാണ് ഇതുള്ളത്. ഇപ്പോഴത്തേക്ക് റഷ്യയുടെ പക്കൽ ഈ P800 ഓണിക്സ് വേരിയൻറ്റിൽ 110 മിസൈൽസ് ഉണ്ട്. അതും അവരുടെ റിസർവ്സിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ 2035 റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറഞ്ഞത് 900 മുതൽ 1200 മിസൈൽസ് എങ്കിലും ആക്റ്റീവാക്കി മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇത് വലിയൊരു ബൂസ്റ്റപ്പാണ്. അതായത് ഈ 5000 എന്ന ലക്ഷ്യത്തിൽ എത്തിയാൽ ഒരു ദിവസം 100 മിസൈൽസ് വച്ച് ഏകദേശം 100 ദിവസത്തോളം അവരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയും. 5000 ക്രൂയിസ് മിസൈൽസ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചതുപോലെ ബാലിസ്റ്റിക് മിസൈൽസും ഇംപ്രൂവ് ചെയ്യേണ്ടതായി വരും. ഇപ്പോഴത്തേക്ക് റഷ്യയുടെ ആർസണലിൽ സിർക്കോൺ കിൻസാൾ എന്ന 2 ഹൈപ്പർസോണിക് മിസൈൽസ് ഉണ്ട്. ഇതിൽ പല സ്ഥലങ്ങളിലും കിൻസാലിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് ഉക്രൈൻ ഒരു ക്ലെയിം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ഒന്നും നൽകിയിട്ടുമില്ല. ഇങ്ങനെയുള്ള കിൻസാൽ മിസൈൽസ് ഏകദേശം 600ഓളം ഇവർ റെഡി ടു ഫയർ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരും. അവരുടെ സ്റ്റോക്ക് പൈൽസിൽ ഇത് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. സിർഗോണിനെ കുറിച്ചുള്ള ഏതൊരു വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. റഷ്യ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇങ്ങനെ 2 വിവരങ്ങൾ ലഭിച്ചാലും പ്രധാനമായും ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലാൻഡ് അറ്റാക്ക് വേരിയൻ്റായും കപ്പലുകൾക്കെതിരെയുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയുമാണ്. അതായത് ബ്രഹ്മോസ് 2 എങ്ങനെയാണോ ഹൈപ്പർസോണിക് ആൻറ്റിഷിപ്പ് മിസൈൽസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണിത്. ഇതൊരു കമ്പാരിസന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഹൈപ്പർസോണിക് വേരിയൻറ്റിലുള്ള ഒരു ആൻറ്റിഷിപ്പ് മിസൈലാണ്. അമേരിക്കയുടെ നാവികസേനയ്ക്ക് ഇതൊരു വലിയൊരു ഭീഷണിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു റെഡ് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ റെഡ് ലിസ്റ്റും കടന്ന് അമേരിക്കൻ നേവിയെ തന്നെ ഭയപ്പെടുത്തുന്ന, അപകടത്തിലാക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ലിസ്റ്റിലാണ് ഇതുള്ളത്. ഇതിപ്പോൾ പറഞ്ഞതൊക്കെ റഷ്യയുടെ മിസൈൽ ആസനങ്ങൾ മാത്രമാണ്. അടുത്തത് ചൈനയുടെ ഒരു ശേഖരം കൂടെ നമ്മൾ അറിയണം. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരിലൊരു പ്രധാനപ്പെട്ട ഭീഷണിയായി കാണുന്നത് അവരുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ആണ്. ഇപ്പോഴത്തേക്ക് അവരുടെ പക്കൽ ധാരാളം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഉണ്ട്. 150 മുതൽ 160 ആക്റ്റീവ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിൽ ചൈന സൃഷ്ടിക്കുന്ന വേഗത എന്നത്, ഇവയെല്ലാം സൃഷ്ടിക്കുന്ന ഈ വേഗത എന്നത് ഇരട്ടിയാകും. ഇപ്പോൾ 600 ഉണ്ടെങ്കിൽ 2200-ലധികം ബാലിസ്റ്റിക് മിസൈൽസ് വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞത്. 2200 മിസൈൽസ് എന്നൊക്കെ പറയുമ്പോൾ ഇറാനെ കുറിച്ചുള്ള ഒരു വാർത്ത ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ചൈനയുടെ പക്കൽ 600 മിസൈൽസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക്. എന്നാൽ ഇറാൻ്റെ പക്കൽ ഇത്രയും സാമ്പത്തിക ഉപരോധങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും 3000 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉള്ളതായി അമേരിക്കയുടെ പെൻറ്റഗൺ തന്നെ ഒഫീഷ്യൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ 600 എവിടെ, 3000 എവിടെ? അതും നിലവിൽ ആക്റ്റീവായി തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ആയുധശേഖരം ഇറാൻ്റെ പക്കൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നും. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസസ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഇടപെടൽ ഇറാനെ കണ്ട് ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പടി അവർ പിന്നിലേക്ക് എടുത്ത് വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ കണ്ട് ഭയന്ന് മാത്രമാണ്. ഇത്രയും വലിയൊരു ആയുധശേഖരം ഉണ്ടെങ്കിൽ പൂർണ്ണമായും അവിടെ ഏത് ബേസിനെ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയും. അതും ആ ബേസിൽ ഒരു 10-20 മിസൈൽസ് ഒരു സമയത്ത് വന്ന് വീണാൽ, അതിന് കൃത്യത കുറവായിരുന്നാൽ പോലും അത്തരം മിസൈൽസുകൾ വന്ന് വീണാൽ ആ ബേസിൻ്റെ അടിത്തറ പോലും തകർന്നു പോകും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇറാൻ്റെ ആയുധശേഖരത്തിൽ ഇത്രത്തോളം മിസൈൽ പവർ ഉണ്ടെന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ചൈന അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഇംപ്രൂവ് ചെയ്യുന്നത് അമേരിക്കയുടെ പസഫിക് മേഖലയിലുള്ള ബേസസിന് ഒരു ഭീഷണിയാണ്. പ്രധാനമായും ക്വാമെ ബേസ് ചെയ്തിട്ടുള്ള ബേസസിന് ഇതൊരു ത്രെട്ടായി മാറിയിരിക്കുകയാണ്.
ഇവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് ഈ ഗോൾഡൻ ഡോം എന്ന പ്രോജക്റ്റ് അമേരിക്ക ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നതായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊരു തമാശയായി തന്നെ അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടെ ആർസണൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിന് ശേഷം പാകിസ്ഥാൻ്റെ വാർഹെഡ്സിനെ എല്ലാം ഓവർടാക്ക് ചെയ്ത് ഇന്ത്യ കൂടുതൽ ആക്റ്റീവ് വാർഹെഡ്സ് എല്ലാം സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. റഷ്യയ്ക്ക് ഒരുപാട് സാമ്പത്തിക ഉപരോധങ്ങൾ നൽകിയിട്ടുണ്ട്. 5000 മിസൈൽസ് അവരെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യം തന്നെയാണ്. അവരെ കൊണ്ട് മിസൈൽസ് നിർമ്മിക്കാൻ കഴിയും, പക്ഷേ ഇവിടെ ഈ കണക്കിൽ ധാരാളം പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ശരാശരി ഒരു മാസത്തിൽ റഷ്യ ഉക്രൈനിലേക്ക് അയക്കുന്ന മിസൈൽസ് നോക്കിയാൽ 35 മുതൽ ഒരു 80 ക്രൂയിസ് മിസൈൽസ് വരെയുണ്ട്. ഇതൊരു ആവറേജ് ആണ്. 35-ൽ കുറഞ്ഞിട്ടില്ല, 80-ഉം കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു മാസത്തിലെ ശരാശരി കണക്കാണ്. ഈ ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ തന്നെ ഒരു വർഷത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾ 1000-ഉം കടക്കുന്നുണ്ട്. പക്ഷെ അമേരിക്ക പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നറിയില്ല. അവർ ഒരു ഏകദേശ മൂല്യം പറയുന്നുണ്ട്, എങ്കിൽ പോലും അവിടെ ഒരുപാട് പൊരുത്തക്കേടുകളും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കുന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.